ലൈറ്റ് ഓഫ് ചെയ്തേക്കുന്നത് ഓൺ ചെയ്യരുത്. ആരത് ലൈറ്റ് ഓൺ ചെയ്യരുത്. ലൈറ്റ് ഓൺ ആക്കി ഓൺ ചെയ്യരുത്. ഓൺ ചെയ്യേ. ആരാണ് ഇരുട്ടത്ത് വലിഞ്ഞു കയറി ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ആരാന്ന്? താനാരടോ? നിങ്ങളോടല്ലേ ഏതവരാ ലൈറ്റ് ഓൺ ചെയ്തത്? ലൈറ്റ് ഓഫ് ചെയ്താരാണ്? അത് ഞാനാണ്. എന്തിനാ? എന്റെ ഒരു കലാപ്രകടനം കാണിക്കാൻ. കലാപ്രകടനം ഇരുട്ടത്താണോ നടത്തുന്നത്? ആ ഇരുട്ടത്ത് അവതരിപ്പിക്കുന്ന കലാപ്രകടനം. അതെന്ത് കലാപ്രകടനമാണ്? മോഷണം. കള്ളനാണ്. മോഷണം എന്തൊരു കലയല്ലേ? ആണ് കല. ഇത് കണ്ട ഈ ചാനലിന്റെ പ്രൊഡ്യൂസറുടെ റൂമിൽ കയറി അവിടെ തലമാരേന്ന് മോട്ടിച്ചോണ്ട് വന്ന ചെക്കാണിത്. പിള്ളേർക്ക് കൊടുക്കാനുള്ള സംഭവമാണ് ഇത്. ചെക്ക് അളയത് വാങ്ങിക്കൊടുത്ത മാറാൻ പറ്റുള്ളത് ഇതുപോലെ കൊണ്ടു കൊടുത്താൽ മതി, മാറി തരും. അങ്ങനെ കലാകാരൻ. ഹലോ, ഭയങ്കര കലാകാരനാണല്ലേ? അതെന്തേ ഈ സെലിബ്രിറ്റി സിറ്റി ഇരിക്കും? അയ്യ അങ്ങനെ കൂടുതൽ വർത്താനം പറയല്ലേ. അതെന്താ? നിങ്ങളെക്കാട്ടും വലിയ സെലിബ്രിറ്റിയാണ് ഞാൻ. ഞങ്ങളെ പോലുള്ള കള്ളന്മാര്. അതെങ്ങനെയാവും? കള്ളന്മാരെങ്ങനെ സെലിബ്രിറ്റി ആവും? ഈ ലോകത്തുള്ള എല്ലാ വീട്ടുകാരും നേരെ ഇരുട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരെ കുറിച്ചാ? കള്ളന്മാരെ കുറിച്ച്. നിങ്ങളെ കുറിച്ചല്ലല്ലോ. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഞങ്ങളാ. ഇതൊക്കെ രാത്രി കാലങ്ങളിൽ എവിടെ നോക്കിയാലും ഒരു നിഴല് പോലെ ഞാനുണ്ടാവും. അതിപ്പോ പകലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കത്തിയായി പോയി വെച്ച് കേട്ടി തന്നേനെ ഞാൻ. അത് ശരി, അതും ഡ്യൂപ്ലിക്കേറ്റാ. എടാ നിങ്ങളെ പോലുള്ളവരെ ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കുള്ളൂ. ഈ കേരളത്തിലുള്ളവര് തമിഴ്നാട്ടിലോട്ട് ചെന്ന് നോക്കണം. അവിടെ ഞങ്ങളുടെ പേര് കേട്ട ഞെട്ടും. തിരുടൻ, മുരുകാ എന്ന് വിളിക്കുന്ന പോലെ തിരുടാ. അത് കേക്കാൻ ഒരു രസമാ കേട്ടോ. അതുകൊണ്ട് ആ വർത്താനം പറയല്ലേ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കള്ളനെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. സത്യം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കള്ളിയെ നേരിട്ട് കാണുന്നത്. അത് സത്യം കേട്ടോ. ചേട്ടാ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണോ? ഇല്ല, ഒരുപാട് പേര് നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിർബന്ധിച്ച് ഞാൻ കല്യാണം കഴിച്ചു. ഈ കള്ളന്മാരുടെ ശീലം എന്താണ്? അടിച്ചു മാറ്റിയാണല്ലോ ശീലം. അടിച്ചു മാറ്റിക്കൊണ്ടത് അടിച്ചു മാറ്റി. 2 പിള്ളേരുണ്ട്. മൂത്ത മോൻ ജയിലറാ. ഓ, കള്ളനാണെങ്കിൽ എന്താണ്? മക്കളെ പഠിപ്പിച്ച് ജയിലറാക്കി. അത് വലിയ കാര്യം കേട്ടോ. അത് വലിയ കാര്യം. അങ്ങനെ തന്നെ വേണം, മാതൃകയാകണം. ആ ജയിലറല്ല, പിന്നെ ജയിൽ എന്ന അറയില. മോനും കള്ളനാണ്. പിന്നെ ഒരേ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ മോള് പോളിടെക്നിക്. മോള് എന്തായാലും മോനോ ജയിലിലായി, മോളെങ്കിലും പോളിടെക്നിക് വരെയൊക്കെ എത്തിയല്ലോ, വലിയ കാര്യം. അങ്ങനെ വിചാരിച്ചാ മതി. ഞാൻ പോളിടെക്നിക് എന്നല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇളയ മോള് പേളി. ഇച്ചിരി ടെക്നിക്കാ. സമാധാനക്കേടേ ഉണ്ടാകത്തുള്ളൂ. ഇല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോ ചേട്ടൻ എവിടെ നീ മോഷണം പഠിച്ചേ? മോഷണം പഠിച്ചത് ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളം NG യൂണിവേഴ്സിറ്റി. സെക്കൻഡ് ലാംഗ്വേജ് മോഷണമായിരുന്നു. അതിന് ഗ്രാജുവേറ്റ് എടുത്ത് ഡിപ്ലോമ എടുത്ത്. ഇതെന്ത് അതൊന്നും അല്ല. ഇത് ഞങ്ങളെ പോലുള്ള കഴിവ് കെട്ടവർക്ക് കിട്ടണ ഒരു കഴിവ്. കഴിവ് കെട്ടവർക്ക് കിട്ടണ ഒരു കഴിവാ. മനസ്സിലായ? ശരിക്കും നിങ്ങളുടെ വഴികാട്ടി ആരാണ്? പോലീസുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പാതിരാത്രി മോഷിച്ചിട്ട് ഞങ്ങൾ ഓടുമല്ലോ. ഓടുമ്പോ നാട്ടുകാർ ജസ്റ്റ് പോലീസിനെ വിളിച്ചു പറയും. പോലീസുകാർ ഞങ്ങളുടെ പുറകെ ഓടി വരും. അപ്പൊ ഈ പോലീസുകാരുടെ ഇത്ര നീളമുള്ള ഒരു ടോർച്ച് ഉണ്ട്. ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ പോയതിന്റെ വെട്ടം. ഞങ്ങൾ ഓടി പോലീസിന് വിട്ടിട്ട് ഞങ്ങൾ ഓടി 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 എവിടെയെങ്കിലും ചെന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ മാർഗം തെറ്റി ഇങ്ങനെ നിൽക്കും. പോലീസ് എവിടാം എവിടാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ടോർച്ച് ഇങ്ങനെ ചുറ്റും അടിക്കുമ്പോ കറക്റ്റ് വഴി ഞങ്ങൾക്ക് മനസ്സിലാവും. ആ വഴി ഒരു ഒറ്റ വിടല. അതുകൊണ്ടാണ് ഈ പോലീസുകാരാണ് ഞങ്ങളുടെ വഴികാട്ടി എന്ന് പറയണത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും നാട്ടുകാർ പിടിച്ചിട്ടുണ്ടോ? നാട്ടുകാർ എന്തെങ്കിലും ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ? ഒറാശോ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് ജസ്റ്റ് ആ ഒരു ആനയെ അടിച്ചു മാറ്റി. എന്തേ ആന അടിച്ചു മാറ്റിക്കൂടെ? അതെങ്ങനെ? പക്ഷെ ആനയെ അടിച്ചു മാറ്റി നാട്ടുകാരും പോലീസുകാരെല്ലാം വന്നപ്പോ ഈ ആനയെ എവിടെ ഒളിപ്പിക്കും? അതില് ഞാൻ പെട്ടുപോയി. അതില് പെട്ടുപോയി. അവസാനം നാട്ടുകാർ വന്നപ്പോ ഞാൻ സറണ്ടർ എന്ന് 2 പ്രാവശ്യം പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആന ചവിട്ടിയതാണോ നാട്ടുകാർ തല്ലിയാണോ ഒരു പിടുത്തമില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. തനിക്ക് നാണല്ലോ ഇങ്ങനെ വല്ല അന്യ ആൾക്കാരുടെ മുതലേ മോഷ്ടിച്ച് ജീവിക്കാനായിട്ട്. ജോലിക്ക് പോയിക്കൂടെ? ഉല്ലാസം നല്ല പേര്. അതെ, ഉല്ലാസ് പറഞ്ഞാൽ ഞാൻ കേൾക്കും.
പക്ഷെ ആ ഇരിക്കുന്ന സെലിബ്രിറ്റി ഇല്ലേ ആ നെൽസൺ ശൂരനാട് ആ ഞാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. അതെന്താ ഞാൻ പറഞ്ഞ കേൾക്കാം. ഞാൻ ഇതിന് മുമ്പ് ഇയാളെ കണ്ടിട്ടേ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ? അതെങ്ങനെ ഇയാള് കിടന്നുറങ്ങുമ്പോ എന്നെ എങ്ങനെ കാണുന്നത്? ഏ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇയാളെ വീട്ടിൽ മോട്ടിക്കാൻ വന്നായിരുന്നു. അത് ശരി. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് മോഷിച്ചായിരുന്നു. പിന്നെ ഈ പുള്ളി സെലിബ്രേറ്റ് എന്നുള്ള പേര് മാത്രമല്ല ഇങ്ങനെ കിടന്ന് ഉറങ്ങണ കാണണം ഡബ്ല്യു പോലെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, മുണ്ടൊന്നും ഇഷ്ടമല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാലോ, ആ ക്ലോക്കിന് ബാറ്ററി മേടിച്ചിട്ടുണ്ടോ കേട്ടോ? അതെന്ത്? നിങ്ങളെ വീട്ടിലെ ക്ലോക്കിന് അതെന്താ? എന്താ അതെന്താണ്? മെനഞ്ഞാണ് ഞാൻ മോട്ടിക്ക് അവിടെ ചെന്നത്. ചെന്ന് ഞാൻ അവിടെ നോക്കിയപ്പോ കാണാം ക്ലോക്കിൽ 12:30. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് ടൈം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ദിവാജി കൊട്ടിൽ ജസ്റ്റ് ഒന്ന് കിടന്ന് മയങ്ങിപ്പോയി. എണീറ്റ് നോക്കിയപ്പോ നേരം വെളുത്ത്. ഞാൻ രക്ഷപ്പെടാൻ പെട്ട പാട്. ക്ലോക്കിൽ നോക്കിയപ്പോ അപ്പോഴും 12:30. നിങ്ങളുടെ വീട്ടിൽ ഒരു മനുഷ്യൻ മോട്ടിക്കാൻ വരുമ്പോ നേരെ 12:30 ഈ പുള്ളിയെല്ലാം പിടിക്കാനൊന്നും വന്നില്ല. അതാ ചോദിച്ചത്, നീ എവിടെ ആയിരുന്നു? ഞാന് നീ എന്താ വിചാരിച്ചിട്ട് എന്നെ പറ്റി? എടാ യവൻ കേറി വരുന്ന പോലെ ഞാൻ അവനെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. ആഹാ. പിന്നെ ഞാൻ കണ്ടെന്ന് വരുന്നത് എന്നിട്ട്? വന്നിട്ട് യവൻ ഞാൻ ക്ലോക്കിൽ നോക്കുമ്പോ 12:30. ആ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ സാധനം എടുക്കുക തൊണ്ടിയോട് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇവൻ എടുത്തുകൊണ്ട് വരട്ടെന്ന് പറഞ്ഞ് നോക്കി കിടക്കുന്ന സമയത്ത് അറിയാതെ കണ്ണെന്ന് മയങ്ങിപ്പോയി. ഓ. ഞാൻ കണ്ണ് തുറന്നപ്പോൾ നേരം എടുത്തു. ഞാൻ ഓടിച്ചെന്ന് ക്ലോക്കിൽ നോക്കി, അപ്പോഴും 12:30. അതുകൊണ്ടാ പറഞ്ഞ ചത്തിരിക്കണ ക്ലോക്കാന്നേ. ഒരു ബാറ്ററി എടുത്തിട്ട് ടൈം കൗണ്ട് ചെയ്ത് എനിക്ക് പോണ്ടേ? ഓക്കേ, എനിക്കുള്ള വണ്ടി വന്ന് കൊണ്ടുപോകാം കേട്ടോ. പോലീസ് ജീപ്പ് സർക്കാർ വണ്ടി വന്ന് അതിലേ പോകും. അതിന്റെ ഒരു വെയിറ്റ് ഉണ്ട്. പക്ഷെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം. ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഏതാ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ഓഫ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. അങ്ങനെ വെട്ടത്തൂടെ അങ്ങ് പോയാൽ മതി. വെട്ടത്തിലൂടെ പോയാൽ മതി. ലൈറ്റ് ഓഫ് ചെയ്യണം. ചേട്ടാ അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പോട്ടെ, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പറയണ്ട. ഈ കള്ളന്മാരൊക്കെ അമ്മനൊക്കെ പട്ടാ പകല് തന്നെ ലൈറ്റ് വെട്ടത്ത് തന്നെ പോയാൽ മതി. ആൾക്കാർ കാണട്ടെ ഇവനെ പോലീസ് പിടിക്കുന്നത്. അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോട്ടെ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അശ്വതി ഒന്നും പോട്ടെ. പറയണ്ട, ഈ കാര്യത്തിൽ ഇടപെടരുത്. ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇയാള് വെട്ടത്തൂടെ പോയാൽ മതി. നിന്നെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ കാണട്ടെ, പയ്യന്മാരെല്ലാം കാണട്ടെ. നാട്ടുകാർ കാണട്ടെ. ഇല്ല, പകൽമാന്യനായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാൻ ഈ കുട്ടിയെ വെളിച്ചത്തൂടെ പോയാൽ മതി. താൻ കൂടുതൽ സംസാരിക്കണ്ട. ഈ കുട്ടിയില്ലേ, പേരെന്താ? അശ്വതി. ഇപ്പൊ സംസാരിച്ചപ്പോ കേട്ടു. അത് നല്ല മനസ്സാ, നല്ല മനസ്സിന്റെ ഉടമയാണ്. ഉടമയാണ്, ഭാഗ്യവതിയാണ്. ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവതിയാണ്. ഞാൻ ഭാഗ്യവതിയാണ്. ഭാഗ്യവതിയാണ്. അങ്ങനെ പറയാൻ ആനങ്ങണ പറഞ്ഞ് ഇവിടെ ആരെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആ കഴുത്തി കിടക്കണ 2.5 പവന്റെ മാല എന്റെ വീട്ടിൽ ഇരുന്നേനെ.